الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد، فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അത് അർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. നമ്മുടെ നേതാവ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ സ്വഭാവ ഗുണങ്ങൾ. കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖൻ. ജനങ്ങളിൽ ഏറ്റവും സൽസ്വഭാവം, ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവിടുത്തെ അനുചരന്മാരും അവിടുത്തെ പത്നിമാരുമെല്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞ യാഥാർത്ഥ്യമാണ്. അവിടുത്തെ സ്വഭാവ ഗുണങ്ങളിൽ ഭാര്യമാരോടും അവിടുത്തെ വീട്ടിൽ ഒക്കെ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോടും അവിടുത്തെ സേവകന്മാരോടും എങ്ങനെയായിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, കാന യമുറു ബിസ്ബിയാൻ ഫയുസല്ലിമു അലൈഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ അടുത്തൂടെ നടന്നു പോയാൽ
അവിടെ നിന്ന് കുട്ടികൾക്ക് സലാം പറയുമായിരുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇങ്ങനെ, സാധാരണഗതിയിൽ വലിയ ആളുകൾ അങ്ങനെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ അങ്ങനെ സലാം അങ്ങോട്ട് പറയുന്ന പരിപാടി കുറവാണ്. തിരിച്ചിങ്ങോട്ട് കിട്ടണം എന്നാണ് നമ്മൾ പറയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകതയാണ്, അവിടുന്ന് ചെറിയ കുട്ടികളോട് ഏറ്റവും അധികം ബന്ധമായിരുന്നു പ്രവാചകന്. ഏറ്റവും നല്ല വാത്സല്യവും കൃപയും ഒക്കെ ഉണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അവനെ വിധങ്ങൾ കുട്ടികളുടെ അടുത്ത് കൂടി നടന്നു പോയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അങ്ങോട്ട് സലാം പറയും. അതൊരു വലിയ ആശയമാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം പ്രവാചകന്റെ ഒരു വാക്കുണ്ട്, ലൈസ മിന്ന മൻ ലം യുവഖിർ കബീറനാ വലം യുർഹം സഗീറനാ. നമ്മളെ കൂട്ടത്തിലുള്ള വലിയ ആളുകളോട് ബഹുമാനവും ആദരവും കാണിക്കാത്തവനും ചെറിയ കുട്ടികളോട്, ചെറിയവരോട് കരുണ കാണിക്കാത്തവനും എന്നിൽപ്പെട്ടവനല്ലാന്ന്. എൻ്റെ സംസ്കാരം, എൻ്റെ സ്വഭാവം, എൻ്റെ ആശയം, എൻ്റെ ആദർശം അതിൽ പെട്ടവനല്ലവൻ. അത്രയും ഒരു ആത്മബന്ധമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തത്. ഞാൻ വരുന്നുണ്ട്, ഓരോ ഖുത്ബകൾ കഴിയും തോറും നമുക്കിങ്ങനെ കുറെ വിശാലമായ കുറെ വിഷയങ്ങൾ മനസ്സിലാവും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സാധാരണ ഒരു നോർമൽ ലൈഫിൽ മാത്രമായിരുന്നില്ല, ഒരു സാധാരണ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു. ഒഫീഷ്യലിലേക്ക് കടന്നു വന്നാൽ, ഔദ്യോഗിക വിഷയങ്ങളിലേക്ക് കടന്നു വന്നാൽ നബിതങ്ങൾ നേരെ ഓപ്പോസിറ്റായി മാറുമോ? ഇല്ല. അവിടുന്ന് മദീന പള്ളിയിലെ ഇമാമാണ്. മദീന പള്ളിയിലെ ഇമാമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതാണ് മുസ്ലിം പള്ളികളുടെ ഒരു പ്രത്യേകത. ആ പള്ളിയിൽ പുരുഷന്മാരുണ്ടാകും, കുട്ടികളുണ്ടാകും, സ്ത്രീകളുണ്ടാകും. നമ്മളെ പുത്തനത്താണിയിലെ പള്ളി പോലെ, കേരളത്തിലെ സലഫി പള്ളികൾ പോലെ, കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളികൾ പോലെ, കേരളത്തിലെ മറ്റു ചില പള്ളികളും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, ശരിയൊന്നും എനിക്കറിയില്ല. എന്തായാലും ആ പള്ളികളുടെ ഒക്കെ ഒരു പ്രത്യേകത അതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ പുരുഷന്മാരുണ്ടാകും, കുട്ടികളുണ്ടാകും, സ്ത്രീകളും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ വേണ്ടി, അവിടുന്ന് സുദീർഘമായി നിസ്കരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇമാമത്ത് നിൽക്കാൻ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ അങ്ങനെ കൈകെട്ടി ഖുർആൻ ഖിറാഅത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ച് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോ കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കും. ആ കുട്ടികൾ പള്ളിയുടെ അയലത്തെ വീട്ടിൽ ഇരുന്ന് കരയുന്നവരല്ല, പള്ളിയിലാണ്. സ്ത്രീകളുടെ കൂടെ വന്ന കുട്ടികളുടെ കരച്ചിലാണത്. കുട്ടികളുടെ ആ കരച്ചിൽ ഞാൻ കേൾക്കുമ്പോൾ എന്റെ നിസ്കാരം ഞാൻ അങ്ങ് ചുരുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ നിസ്കാരം ചുരുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്തുകൊണ്ടാണ്? ആ കുട്ടിയുടെ ഉമ്മക്ക് പ്രയാസമാകുമെന്നത് എനിക്ക് വിഷമാണ്. കറാഹിയത്തൻ നശം, ഞാൻ പ്രയാസപ്പെടുത്തും ആ ഉമ്മയെ എന്നതുകൊണ്ട് ആ കുട്ടിയുടെ കരച്ചിൽ ആ ഉമ്മക്ക് പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് ആ പ്രയാസമാകുന്നു എന്നതുകൊണ്ട് ഞാൻ എൻ്റെ നിസ്കാരം ചുരുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുട്ടികളോടുള്ള കരുണയാണ്, അതിൻ്റെ മാതാക്കളോടുള്ള കരുണയാണ്. ഇത് ഒഫീഷ്യലാട്ടോ, ഔദ്യോഗികമാണ്. പള്ളിയിലെ ഇമാമിന്റെ പ്രത്യേകതയാണത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു എന്നാണ്. അവിടെ മാത്രമല്ല, ഖുത്ബയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഔദ്യോഗികമാണല്ലോ. ആ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, രണ്ടുപേരും ചെറിയ കുട്ടികളാണ്, പ്രവാചകന്റെ പേരക്കുട്ടികളാണ്. ആ പേരക്കുട്ടികൾ ഇങ്ങനെ പള്ളിയിലേക്ക് നടന്നു വരുന്നു. ആ കുട്ടികൾ ഇങ്ങനെ നടന്നു വീഴുന്നു, നടക്കുന്നു വീഴുന്നു. ഇങ്ങനെ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർത്തി. എന്നിട്ട് നബി തങ്ങൾ മിമ്പറിൽ നിന്നിറങ്ങി.
മിമ്പറിൽ നിന്നിറങ്ങി നടന്നു ചെന്നു. എന്നിട്ട് ആ 2 കുട്ടികളെയും വാരിയെടുത്തു. എന്നിട്ട് കൊണ്ടുവന്നിരുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതി. എന്താണ് ആയത്ത്? വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം. വഅലമൂ, നിങ്ങൾ അറിയണേ, അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം, തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കലാണ് മഹത്തായ പ്രതിഫലമുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ എന്ന ആയത്തോതി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കുട്ടികൾ ഇങ്ങനെ നടന്നിങ്ങനെ വീണ് വരുന്ന കണ്ടപ്പോഴാണ് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഖുത്ബ നിർത്തിയിട്ട് പോയി ആ കുട്ടികളെ എടുത്തു കൊണ്ടുവന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു സംഗതി നമ്മളെ നാട്ടിൽ നടക്കും. ഇങ്ങനെ ഒരു സംഗതി നമ്മളെ നാട്ടിൽ നടക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളുടെ ഹൃദയം എത്രത്തോളം കുടുസാണ്, നമ്മുടെ ചിന്തകൾ എത്രത്തോളം കുടുസാണ്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയവും അവിടുത്തെ ചിന്തകളും എത്ര വിശാലമായിരുന്നു എന്ന്. ഞാനിപ്പോൾ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്നിടക്ക് എൻ്റെ പേരക്കുട്ടി ഇങ്ങനെ നടന്നോടെ വീണ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്തായിരിക്കും സ്ഥിതി? ഇന്ന് വൈകുന്നേരം കണ്ട് ബാവാക്കാൻ്റെ നേതൃത്വത്തിൽ കമ്മിറ്റി കൂടും. ഇവിടെ 2 പ്രാവശ്യം അയാൾ മെമ്പറിൽ കയറിയിരിക്കണം, പരിപാടി ഇവിടെ നടക്കൂല. അങ്ങനെയല്ല ഉണ്ടാകുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പോയിട്ട് പേരക്കുട്ടികളെ എടുത്ത് കൊണ്ടുവന്ന് നിർത്തുന്നു. പേരക്കുട്ടികളെല്ലാം ഉപ്പമാരോട് ചോദിക്കട്ടെ, നിങ്ങളെ പേരക്കുട്ടികളെ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും പുറത്തിരുത്തിയിട്ട് ആന കളിച്ചിട്ടുണ്ടോ? പേരക്കുട്ടികളെ പലപ്പോഴും മക്കളെക്കാൾ കൂടുതൽ നമുക്ക് അറ്റാച്ച്മെന്റ് പേരക്കുട്ടികളോടുണ്ട്. അത് വേറൊരു രൂപമാണ് അതിൻ്റെത്. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വെറുതെ സാധാരണ കുട്ടികളെ ഇങ്ങനെ മുകളിൽ കയറ്റി കഴിക്കലല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുണ്ട് സൈനബിന്റെ മകൾ റളിയല്ലാഹു അൻഹ, മഹദി അവരുടെ മകളാണ് ഉമാമ. ചെറിയ കുട്ടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ഉമാമത്തിനെ എങ്ങനെ എടുത്തിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് നിസ്കാരം നിസ്കരിക്കുക. നിസ്കാരത്തിൽ സുജൂദിന്റെ സമയമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമാമയെ ഇങ്ങനെ താഴെ നിർത്തിയിട്ട് നബി തങ്ങൾ സുജൂദിലേക്ക് പോകും. എഴുന്നേറ്റാഴെ എടുത്ത് മടിയിൽ വെക്കും. നമ്മളെ കുട്ടികൾക്ക് റൂമിന്റെ അകത്ത് കയറാൻ അവകാശമില്ലല്ലോ, ഉണ്ടോ? ഇതൊരു ഉമാമയിൽ ഒതുങ്ങുന്നതല്ല കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മകളാണ് ഫാത്തിമത്തു സുഹ്റ ബതൂൽ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവിയുടെ ഒരു മകനാണ് ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും നബി തങ്ങൾ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ എടുത്തു നിസ്കരിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അവിടുത്തെ കുട്ടികളോടുള്ള ബന്ധം എത്രത്തോളമായിരുന്നു, അവരോടുള്ള കൃപയും വാത്സല്യവും എത്രത്തോളമായിരുന്നു എന്നാണ്. നമ്മുടെ ഒരു ഒച്ച കേട്ടാൽ മതിയല്ലേ കുട്ടികൾ പിന്നെ അനക്കുണ്ടാവില്ല. ചില ഉപ്പമാരെ കാണുമ്പോൾ തന്നെ കുട്ടികൾ പേടിച്ച് കരയാൻ തുടങ്ങും. ബേജാറാണ് കുട്ടികൾക്ക്. കാരണം അത്രയും ഘോരമായ സ്വഭാവത്തിന്റെ ക്രൂരമായ നോട്ടത്തിന്റെ ആളുകളായിരിക്കുമല്ലേ. പക്ഷെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, അത്രയും സുന്ദരമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാണ്, പ്രവാചകന്റെ ഖാദിമാണ്. 10 വർഷത്തോളം ഖിദ്മത്തെടുത്തയാളാണ്. 10 വർഷത്തോളം ഖിദ്മത്തെടുത്തയാൾ. ഞാൻ കഴിഞ്ഞ നമ്മുടെ ഈ പരമ്പരയിൽ തന്നെ ഒരു ഭാഗത്ത് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം പറഞ്ഞിരുന്നു. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താണോ? ഖദംതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 10 വർഷം ഖിദ്മത്ത് എടുത്തു. പ്രവാചകന്റെ സേവകനായി ഞാൻ 10 വർഷം ഉണ്ടായിരുന്നു. വല്ലാഹി മാ ഖാല ലീ ഉഫ്ഫിൻ ഖത്തു.
അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഛേ എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ എന്നോട് രോഷമായി മുഖം കറുത്തിട്ടില്ല. ഛേ എന്നത് ഏറ്റവും ചെറിയ വാക്കല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അത് പറഞ്ഞിട്ടില്ല. മാത്രമല്ല വലാ ഖാല ലി ശൈഇൻ ലിമ ഫഅൽത കദാ വഹല്ലാ ഫഅൽത കദാ, ഞാനൊരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ എന്താടാ അനസേ നീ അത് ചെയ്യാതിരുന്നത് എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ എന്തിനാടാ നീ അത് ചെയ്തത് എന്നും എന്നോട് എൻ്റെ ഹബീബ് 10 കൊല്ലം ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ടും ചോദിച്ചിട്ടില്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. കുറെയൊക്കെ ബിസിനസ് ഉള്ള ആളുകളൊക്കെ ആലോചിക്കട്ട. അവിടെയാണ് ഒരു യജമാനൻ ഒരു നേതാവിന്റെ ക്വാളിറ്റിയാണ്. 10 വർഷം ഖിദ്മത്തെടുത്ത ആളോട് ഒരിക്കൽ പോലും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ. ഞാൻ പറഞ്ഞു ഞാൻ പോകില്ലെന്ന്. അനസ് റളിയല്ലാഹു അൻഹു പറയാം, ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കണ്ടട്ടാ, 9 വയസ്സ് റസൂലുള്ളാഹിന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതാണ്. ഞാൻ പോകില്ല എന്ന് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും വേണ്ടിയില്ല. പക്ഷെ പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഞാൻ നബി കാണാതെ ഇങ്ങനെ പിന്നെ പോയി. കുറെ കഴിഞ്ഞ് ഞാനിങ്ങനെ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ചുമരിൽ ഒരു തണുത്ത കൈ. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി, ആരാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അവിടുന്ന് പുഞ്ചിരിക്കുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അനസേ ഇയല്ലേ പോവില്ലാന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് എൻ്റെ നേരെ നോക്കിയിട്ട് എന്നെ പുഞ്ചിരിയോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് സംസാരിച്ചു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. എന്താണല്ലേ ആ പ്രകൃതം? ഇതുകൊണ്ടല്ലേ കാന അഹ്സനന്നാസി ഖുലുഖൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്. ഒരിക്കൽ പോലും അവിടുന്ന് ഛേ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, എന്തിനാണ് നീ അത് ചെയ്തത് എന്ന ചോദ്യം ഉണ്ടായിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന, മാ ضرب رسول الله صلى الله عليه وسلم خادما له ولا امرأة. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖാദിമുമാരെ അഥവാ സേവകന്മാരെയോ അവിടുത്തെ ഭാര്യമാരെയോ നബി തങ്ങൾ അടിച്ചിട്ടില്ല. വലാ ضرب بيده شيئا قط, അവിടുത്തെ കൈ കൊണ്ട് ഒരാളെയും അടിച്ചിട്ടില്ല. ഇല്ല അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുമ്പോഴല്ലാതെ വേറൊരു സന്ദർഭത്തിലും അവിടുത്തെ കൈ കൊണ്ട് ഒരാളും അടിയേറ്റു വാങ്ങിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചായിട്ട് പറയും, അവിടുത്തെ സ്വഭാവം അടിക്കാൻ പറ്റാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, അടിക്കാൻ സാഹചര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. നിങ്ങൾ നോക്കൂ, ഞാനൊരു സംഭവം പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 20, 30, 40, 50 വർഷമൊക്കെ കഴിഞ്ഞ ആളുകൾ എൻ്റെ മുന്നിലുണ്ടല്ലോ. ഒന്നാലോചിച്ച് നോക്കൂ, ഞാൻ എന്ന ഭർത്താവ് എൻ്റെ ഭാര്യയെ എപ്പോഴെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഭാര്യയെ എപ്പോഴെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്നാലോചിച്ച് നോക്കാം. അടിച്ചിട്ടുണ്ടെങ്കിൽ ഗൗരവമാണ്. കാരണം നമ്മൾ നീചനായ മനുഷ്യൻ എന്ന ഗണത്തിലേക്ക് അതോടെ എത്തും. ഞാൻ നിക്കാഹിന്റെ ഖുതുബകളിൽ സാധാരണ പറയാറുണ്ട്, കരീം ലഈം എന്ന്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവിടുത്തെ ഭാര്യമാരെ ഉപദ്രവിച്ചിട്ടില്ല, അടിച്ചിട്ടില്ല. അടിക്കാൻ സൗകര്യമുണ്ടാകാഞ്ഞിട്ടല്ല, അടിക്കാനുള്ള വിഷയം അവിടുത്തെ ഭാര്യമാരുണ്ടാക്കാഞ്ഞിട്ടുമല്ല, പക്ഷെ അടിച്ചിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഭക്ഷണപാത്രം തട്ടിത്തെറിപ്പിച്ചത് ആയിഷ ബീവിയാണ് റളിയല്ലാഹു അൻഹ. അത് ഉമ്മു സലമയുടെ വീട്ടിൽ നിന്ന് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആ ഭക്ഷണം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ
ആയിഷ ബീവിക്ക് അത് സഹിച്ചില്ല. ആയിഷ ബീവി തട്ടിയെറിഞ്ഞു. ആ അടി കൊണ്ട് പാത്രം നിലത്ത് വീണു. പഴമൊക്കെ, പാത്രത്തിലിരുന്ന ഭക്ഷണം നിലത്ത് വീണു. ഭക്ഷണത്തിലൊക്കെ മണ്ണ് പറ്റി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ ചീത്ത വിളിച്ചിട്ടില്ല, അടിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. നിബിതങ്ങൾ ആ ഭക്ഷണം ഓരോന്നും മണ്ണിങ്ങനെ തട്ടിക്കൊടഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കുന്നത് നോക്കി നിന്ന് ആയിഷ ബീവി കരഞ്ഞു. ആയിഷ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാരണം ആ ഇരുന്ന് പെറുക്കിക്കൂട്ടുന്ന ആളാരാന്നറിയോ? കേവലം ഒരു ഭർത്താവല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഉത്കൃഷ്ടനായ വ്യക്തി. പ്രവാചകനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു സൃഷ്ടി പ്രപഞ്ചത്തിലില്ല, അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ആ ഉന്നതനായ പ്രവാചകനാണ് ഭക്ഷണത്തിൽ പറ്റിപ്പിടിച്ച മൺതരികൾ തട്ടിക്കൊടഞ്ഞ് പാത്രത്തിലേക്ക് വെക്കുന്നത് കണ്ട് ആയിഷ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആയിഷ ബീവിയുടെ നെഞ്ചകം കത്തിയിട്ടുണ്ടാകും. ഒരുപക്ഷെ ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ടാകും, നബിയെ നിങ്ങൾക്ക് എന്നെ ഒന്ന് അടിച്ചൂടായിരുന്നോ? നബി നിങ്ങൾക്ക് എന്നെ ഒന്ന് ചീത്ത വിളിച്ചൂടായിരുന്നോ? ഒന്ന് ശകാരിച്ചൂടായിരുന്നോ എന്ന് ആയിഷ ബീവി പറയുന്നുണ്ടാകാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു ഇങ്ങനെ ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും പ്രവാചകൻ. പക്ഷെ അള്ളാഹു ചിലപ്പോൾ വിട്ടുവീഴ്ച കൊടുക്കൂല. സൂറത്തു തഹരീമിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ ആയിഷ ബീവിയും ഹഫ്സ ബീവിയും കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ കുതന്ത്രം മെനയുന്നു, തന്ത്രം മെനയുന്നു അവർ. സംഭവം വിശാലമായതുകൊണ്ട് ഞാൻ അത് ചുരുക്കി പറയാൻ, പെട്ടെന്ന് പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും അറിഞ്ഞിട്ടില്ല. ഭാര്യമാരുടെ കുതന്ത്രത്തിൽ അവിടുന്ന് വീണുപോയി. അവിടുന്ന് പറഞ്ഞുപോയി, ഞാൻ ഇനി സൈനബിന്റെ വീട്ടിൽ നിന്ന് തേന് കുടിക്കൂല എന്ന് ശപഥം ചെയ്തു പ്രവാചകൻ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരോട് ഇത് പറയാൻ നിൽക്കണ്ട കേട്ടോ. തന്റെ ഭാര്യയോട് പറയുകയും ചെയ്തു. പക്ഷെ അള്ളാഹു വിട്ടില്ല. അള്ളാഹു ആ സംഭവം ഒന്നാകെ സൂറത്തു തഹരീമിലേക്ക് അവതരിപ്പിച്ചു കൊടുത്തു. സൂറത്തു തഹരീമിലേക്ക് നമുക്കത് വായിക്കാൻ കഴിയും. എന്നിട്ട് അള്ളാഹുവിന്റെ വക ഒരു താക്കീത് ആയിഷ ബീവിക്കും ഹഫ്സ ബീവിക്കും. ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ വഇൻ തദാഹറാ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസാലിഹുൽ മുഅ്മിനീൻ വൽ മലായികതു ബഅദ ദാലിക ലഹീൻ. ഓ ആയിഷ, ഹഫ്സ, നിങ്ങൾ രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിനോട്, പ്രവാചകനോട്, നിങ്ങളുടെ ഭർത്താവിനോട് പശ്ചാത്തപിക്കണം, മാപ്പ് പറയണം. നിങ്ങൾ രണ്ടാളുകളുടെയും മനസ്സ് ചാഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും നിങ്ങൾ പ്രവാചകനെതിരെ കുതന്ത്രം നടത്താനാണ് പ്ലാനെങ്കിൽ, അള്ളാഹു പ്രവാചകന്റെ യജമാനനാണ്. ജിബ്രീൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹായിയാണ്, യജമാനനാണ്, മൗലയാണ്. അതോടൊപ്പം തന്നെ മുഅ്മിനീങ്ങളും ഉണ്ട് കേട്ടോ, മലക്കുകൾ മൊത്തത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ചോളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി ഈ വിഷയത്തെ വിമർശിച്ചുകൊണ്ട് പ്രവാചകന് ആയത്തിറക്കി കൊടുക്കാൻ. പക്ഷെ നബിതങ്ങൾ ആയിഷ ബീവിനെ ഹഫ്സ ബീവിനെ അടിക്കാൻ പോയിട്ടില്ല. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. അതാണ് ആയിഷ ബീവി പറഞ്ഞത്. അവിടുന്ന് അവിടുത്തെ ഭാര്യമാരെ അടിച്ചിട്ടില്ല, ഒരിക്കലും അടിച്ചിട്ടില്ല എന്നാണ്. ആ വാക്കിന്റെ പ്രത്യേകത, ഖത്തു എന്നാണ്. തീരെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടില്ല. നമ്മളെ മുന്നിലിരിക്കുന്ന ഭർത്താക്കന്മാരെ അടിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചോളട്ടാ. ഭർത്താക്കന്മാര് ഭാര്യമാരെ അടിച്ച ആരെങ്കിലും ഇക്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് മാപ്പ് ചോദിച്ചോണം. എൻ്റെ അടുത്ത് നവിവേഗത്തിൽ വന്നു പോയതാണ്, നീ ക്ഷമിക്കണം, എൻ്റെ അടുത്ത് നിന്നെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഭർത്താക്കന്മാര് നിർബന്ധമായും പറയണം കേട്ടോ. കാരണം അത് നമ്മുടെ പേര് മാറ്റുന്ന സ്വഭാവമാണത്. ലഈം, നീചൻ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകൾക്ക് പേര് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് മാത്രം ആർക്കെതിരെയും പ്രതികാര നടപടിയും എടുത്തിട്ടില്ല. ആ ഹദീസ് വിശദീകരിക്കുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, മാ ഖുയ്യിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അംറൈൻ ഖത്തു ഇല്ലാ അഖദ ഐസറഹുമാ മാ ലം യകുൻ ഇസ്മാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങളിൽ ഒന്ന് തെരഞ്ഞെടുക്കാൻ അവസരം ലഭിച്ചാൽ അത് പാപകരമല്ലെങ്കിൽ അത് ഏറ്റവും എളുപ്പമുള്ളതായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്.
രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കും. അത് പാപകരമല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് തിരഞ്ഞെടുക്കുക. മനസ്സിലായോ? അത് വിശാലമായി ചർച്ച ചെയ്ത് പഠിക്കേണ്ട ഒരു ഹദീസാണ് കേട്ടോ. ഞാനത് ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു പോണം. രണ്ടാമത്തെ എന്നാൽ രണ്ടെണ്ണം തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അതിലൊന്ന് കുറ്റകരമായതാണെങ്കിൽ നബിതങ്ങൾ ഏറ്റവും ആളുകളിൽ നിന്ന് അത്തരം വിഷയം അകന്നു നിൽക്കുന്ന ആളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഒരു കുറ്റകരമാണെന്ന് തോന്നിയാൽ ആളുകളിൽ നിന്നൊക്കെ ഏറ്റവും അകന്നു നിൽക്കുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഇനി ആയിഷ ബി പറഞ്ഞ വാചകമാണ് നമ്മൾ പോയിന്റ് ചെയ്യേണ്ടത്. ആയിഷ ബി പറഞ്ഞു, വമൻ തഖമ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സിഹി ഖത്തു. നബിതങ്ങൾ അവിടുത്തെയോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിന് പ്രതികാര നടപടി എടുക്കുമായിരുന്നില്ല. ഇല്ല അൻ തുൻതഹക ഹുർമത്തുല്ലാഹ് ഫയന്തഖിം. ഒരേ ഒരൊറ്റ കാര്യത്തിനാണ് പ്രതികാര നടപടി വരിക. അത് അള്ളാഹുവിന്റെ ദീനിന്റെ പവിത്രതയെ ആരെങ്കിലും നശിപ്പിച്ചാൽ അതിനെതിരെ പ്രവാചകൻ പ്രതികാര നടപടി എടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിന് മാത്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരം. ആർക്കെങ്കിലും ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനായിരുന്നു. സ്വന്തത്തെ ആരെങ്കിലും പ്രയാസപ്പെടുത്തി ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നബി തങ്ങൾ ഒരിക്കലും പ്രതികാര നടപടി എടുത്തിരുന്നില്ല. ഇതാണ് മുസ്ലിം ഉമ്മത്ത് അവിടുന്ന് സ്വീകരിക്കണം. പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറ അൽ അഹ്സാബ് അതിൻ്റെ 21-ാമത്തെ വചനം എല്ലാവരും മനസ്സിലിങ്ങോട്ട് എഴുതി വെച്ചോളിട്ടാ. 33-ാം അധ്യായം സൂറ അൽ അഹ്സാബ് അതിൻ്റെ 21-ാമത്തെ വചനം മറന്നു വരുത്തട്ട, മനസ്സിൽ വെച്ചോളി. 33-ാം അധ്യായം സൂറ അൽ അഹ്സാബ് 21-ാമത്തെ വചനം എന്താ അറിയോ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്ന, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉത്തമ മാതൃകയുണ്ട് എന്നാണ്. എന്നൊരാൾ ചീത്ത വിളിച്ചാൽ ഉടനെ ചീത്ത വിളിക്കുക എന്നുള്ളതല്ലട്ടോ നമ്മുടെ ഒരു മുഅ്മിനിന്റെ സ്വഭാവം കേട്ടോ. ഒരുത്തൻ ഇങ്ങനെ ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ അങ്ങോട്ട് തിരിച്ചുപദ്രവിക്കണമെന്നതല്ലട്ടോ നമ്മളുടെ സ്വഭാവം. അങ്ങനെയാവരുത് എന്നാണ്. അങ്ങനെ ആവരുത്. ശരിക്കും വേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തേക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കിയാൽ അയാളെ പ്രതികാര നടപടിയെടുത്ത് ഇങ്ങോട്ടടിച്ച് അങ്ങോട്ടും കൊടുക്കേണ്ടി വരണം, ഇങ്ങോട്ട് കുത്തി അങ്ങോട്ടും കൊടുക്കേണ്ടി വരണം എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നില്ല. മതവിഷയവുമായി ബന്ധപ്പെട്ടാൽ മാത്രമായിരുന്നു. നബിതങ്ങൾ ആർക്കെങ്കിലുമെതിരെ ശക്തമായ പ്രതികാര നടപടിയുമായി എന്തെങ്കിലും ശക്തമായ തീരുമാനങ്ങളുമായി വന്നിട്ടുണ്ടെങ്കിൽ അത് മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് മാത്രമായിരിക്കും. അള്ളാഹു പവിത്രമാക്കിയ ഒന്നിനെ ആരെങ്കിലും ഹനിക്കാൻ വന്നാൽ അതിനെതിരെ ശക്തമായിട്ടുണ്ടാകുമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹും ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സ്വഭാവ മഹിമകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് എല്ലാവരോടും നീതിയോടെ പെരുമാറണം, അനീതി ഒരിടത്തും ഉണ്ടാവരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ആവശ്യപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇന്റെ 135-ാമത്തെ ആയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഖുർആനിലൊരു ആയത്ത് നബിതങ്ങൾ ഓതാണെങ്കിൽ അതിങ്ങനെ ഓതി വിട്ട് ഒരു റേഡിയോ പോലെ ഓതി വിട്ട് കൊടുക്കൽ മാത്രമായിരുന്നില്ല.
അതവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഈ ആയത്ത് നിങ്ങളൊന്ന് ഓർത്തു വെച്ചോ. ഓർത്തു വെക്കേണ്ട രണ്ടാമത്തെ ആയത്ത് കേട്ടോ. 4-ാം അധ്യായം സൂറത്ത് നിസാഇന്റെ 135-ാമത്തെ വചനം. ഇന്ന് വളരെ ഗൗരവത്തോടുകൂടി ഓർത്തു വെക്കേണ്ട ആയത്ത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു വിശ്വാസികളോട് പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈൻ വൽ അഖറബീൻ. അല്ലയോ വിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിപൂർവം നിലകൊള്ളുന്നവരാവണം. ശുഹദാഅ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാവുക. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കണം. നിങ്ങൾ അനീതിയുടെ പക്ഷത്തുണ്ടാവരുത്. ശ്രദ്ധിച്ചോളണ്ട. ഇനി ഖുർആൻ പറയുന്നുണ്ട്, വലൗ അലാ അൻഫുസികും, അത് നിങ്ങളുടെ സ്വന്തത്തിനെതിരാണെങ്കിലും, അവിൽ വാലിദൈൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും, വൽ അഖറബീൻ, നിങ്ങളുടെ അടുത്ത കുടുംബ ബന്ധുക്കൾക്കെതിരാണെങ്കിലും നിങ്ങൾ നീതിയുടെ പക്ഷത്തെ നിൽക്കാവൂ. ഇന്നത് ചോദിക്കാണ് സാധിക്കോ? ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് രാഷ്ട്രീയ സംഘടന ചട്ടക്കൂടുകൾക്കുള്ളിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ, ഞാനത് തെറ്റാണെന്നല്ലോ, പലപ്പോഴും നമ്മൾ കാണുന്നൊരു സംഗതിയുണ്ട്. എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണോ, അതിൽ അനീതി ഉണ്ടെങ്കിൽ ഞാൻ അവരെ കൂടെ നിൽക്കുള്ളൂ, കാരണം ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. എൻ്റെ സംഘടന, ആ സംഘടനയുടെ തീരുമാനം, അതിൻ്റെ സംഘടനയുടെ നേതാക്കളുടെ പ്രസ്താവന അനീതിയാണോ, നീതിക്കെതിരാണോ, ഞാൻ അവരുടെ കൂടെ തന്നെ നിൽക്കും, കാരണം അതെൻ്റെ സംഘടനയാണ്. എൻ്റെ കുടുംബത്തിൽപ്പെട്ട വാപ്പയോ ഉമ്മയോ കുടുംബക്കാരോ അവർ ചെയ്തത് അനീതിയാണോ, ഞാൻ അവരോടൊപ്പം നിൽക്കും, കാരണം അവരെൻ്റെ കുടുംബമാണ്. എന്നാൽ ഇസ്ലാം ഇതിന് നേരെ വിരുദ്ധമാണ്. ഇസ്ലാം അതിന് നേരെ വിരുദ്ധമാണ്. നീതി എവിടെയാണോ അവിടെയേ നിൽക്കാവൂ. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ശത്രുവായി പരിചയപ്പെടുത്തപ്പെടുന്ന ജൂതന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുന്നു. ജൂതന് വേണ്ടി, ജൂതന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കി ജൂതന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നു കൊടുക്കും. നമുക്ക് കാണാൻ കഴിയും. അയാൾക്ക് അനുകൂലമായി വിധി പറയുന്ന പ്രവാചകൻ. ഏറ്റവും പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. ഉസാമ റളിയല്ലാഹു അൻഹു പ്രവാചകന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ സ്ഥാനത്താണ്. ആ ഉസാമ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് വന്ന് അവിടുന്ന് ഒരു വിഷയം പറയണം. ഞാൻ ഇതിന് ഈ വിഷയം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത് മഖ്സൂം ഗോത്രത്തിലെ ആ പെണ്ണിന്റെ കൈ മുറിക്കണമെന്ന് തീരുമാനം പറഞ്ഞതിൽ നിന്ന് നബിയെ ഒന്നൊന്നും ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് അതൊരു ചെറിയ ശിക്ഷയാക്കി കൊടുത്തൂടെ എന്ന് പ്രവാചകന്റെ അടുത്ത് ശുപാർശകനായി കടന്നു വന്നത് നബിതങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവാചകന്റെ പേരക്കുട്ടികളെ പോലെ കണ്ട് വാത്സല്യത്തോടെ പെരുമാറുന്ന ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു വർത്തമാനുണ്ട്. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ഫാത്തിമത ബിൻത് മുഹമ്മദ് സറഖത്, മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ അവളാണ് മോഷണം നടത്തുന്നതെങ്കിൽ ലഖതഅതു യദഹാ, അവളുടെ കൈ ഞാൻ മുറിക്കും. ഇത് നീതിയാണ്. അവൾ ചെയ്തത് പ്രവൃത്തി തെറ്റാണെങ്കിൽ ഞാൻ അവളുടെ കൂടെയല്ല ഉണ്ടാവുക, അവൾക്കെതിരായിരിക്കും ഉണ്ടാവുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിബോധമാണത്. ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത നീതിയുടെ പര്യായമാണത്. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ചില ആളുകൾ മോശമായി ചിത്രീകരിക്കുന്നത് കാണുമ്പോഴും നമ്മളങ്ങനെ ഉണ്ടാതിരിക്കൽ. കാരണം നമുക്ക് നബിയെ കുറിച്ച് അറിയില്ലല്ലോ.
തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ ഒരു സംഭവമോ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സുന്ദരമായ നിമിഷാർത്ഥങ്ങളോ നമ്മുടെ നെഞ്ചകത്ത് നമ്മൾ ചേർത്ത് വെച്ചിട്ടില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്ന, ചീത്ത വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി സംസാരിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അവിടെയെല്ലാം ആരായിരുന്നു പ്രവാചകൻ? മനുഷ്യലോകം കണ്ട ഏറ്റവും ഉന്നതനായ മനുഷ്യൻ, അങ്ങനെ തന്നെ പറയാം. അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ആ പ്രവാചകനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമല്ല, പുറത്തുള്ള ആളുകളും ഇങ്ങനെ സംസാരിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, അത് വിശ്വാസികളെ നമ്മളോട് അള്ളാഹു ആവശ്യപ്പെട്ടത് ആ നബിയെ മാതൃകയാക്കാനാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ ആ പ്രവാചകനെ മാതൃകയാക്കിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ആകെ നമ്മൾ മാതൃകയാക്കുന്നത് നിസ്കാരത്തിനും നോമ്പിനും സക്കാത്തിനും ഹജ്ജിനും മാത്രമാണെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളോട് പ്രവാചകൻ എത്ര ചേർന്നു നിൽക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. എവിടെയാണെങ്കിലും എനിക്ക് മാതൃക റസൂലുള്ളയാണ്, വേറെ ആരുമില്ല എന്ന് പറയാനുള്ള കരുത്ത് വിശ്വാസികൾ നേടിയെടുക്കണം. ബാക്കി നമുക്ക് മറ്റൊരു ഖുത്ബയിൽ, അടുത്ത ഖുത്ബയിൽ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയുള്ള സ്വതക്കയാണ്. നിങ്ങൾ എല്ലാവരും അതിനോട് നല്ല രൂപത്തിൽ സഹായിക്കണം, സഹകരിക്കണമെന്ന് നിർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കും, അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ അള്ളാഹുർക്ക് സഹായവും അനുഗ്രഹവും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅദാഅദ്ദീൻ ബിമാ ശിഅത വകൈഫ ശിഅത യാ ദൽ ജലാലി വൽ ഇക്റാം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.